ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വാഴക്കൊമ്പ് കൊണ്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു തോരൻ, വൻപയറും കൂടി ചേർത്തിട്ടുണ്ടാക്കുന്ന വാഴക്കൊമ്പ് തോരൻ. വാഴക്കൊമ്പ് എടുക്കുമ്പോഴും എപ്പോഴും പച്ച നേന്ത്രക്കായയുടെ വാഴക്കൊമ്പ് എടുത്തു കഴിഞ്ഞാൽ അതിന് കയ്പൊന്നും ഉണ്ടാവില്ല. ചില കൂമ്പിന് ചെറുതായിട്ട് കയ്ക്കും. അങ്ങനെയുള്ളത് എടുത്തു കഴിഞ്ഞാൽ കറി വെച്ച് കഴിഞ്ഞാലും അതിന് സ്വാദം ഉണ്ടാവില്ല. എപ്പോഴും കയ്പില്ലാത്ത കൂമ്പ് നോക്കിയിട്ട് എടുക്കുക. ഇനി റെസിപ്പിയിലോട്ട് പോകാം. കൂമ്പെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലെ ഈ ഭാഗമൊക്കെ പൊളിച്ചെടുക്കാം. എല്ലാ ഭാഗവും എടുത്ത് ഇങ്ങനെ ക്ലിയർ ആക്കിയിട്ടെടുക്കാം. ഇനി ഇത് മുറിച്ചെടുക്കാം. ഇത് കൈക്ക് കറിയാവും, അപ്പോൾ അതിന് തന്നെ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് മുറിച്ചെടുത്താൽ മതി. അപ്പം പിന്നെ കൈക്ക് അഴുക്കൊന്നും ആവില്ല. വാഴക്കൊമ്പ് മുറിക്കാനൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് വാഴക്കൊമ്പൊക്കെ കോമൺ ആയിട്ട് എല്ലാവരും കഴിക്കുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡല്ലേ, അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും കഴിക്കുന്നതാണ്. ഇങ്ങനെ കൊത്തിയിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് ഇത് വേണ്ടത്. ഇതുപോലെ ഇങ്ങനെ കൊത്തിയിട്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. വാഴക്കൂമ്പ് മുറിക്കുമ്പോൾ ഇതിൻ്റെ നടുക്കത്തെ പോർഷൻസ് എടുക്കാൻ പാടില്ല. ഇത് നന്നായിട്ട് കഴിക്കും. അതുകൊണ്ട് ഈ സൈഡ് ഭാഗം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. മുറിക്കുന്നതിനെ ഈ നടുക്കത്തെ ഭാഗം അങ്ങ് കളയണം. പിന്നെ മഞ്ഞൾ വെള്ളത്തിൽ അല്ലെങ്കിൽ കഞ്ഞി വെള്ളത്തിൽ മുറിച്ചതിന് ശേഷം ഇട്ട് വെക്കണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് വാഴക്കൂമ്പ് കറുത്തു പോകും. അതുകൊണ്ടാണ് മഞ്ഞൾ വെള്ളത്തിൽ അല്ലെങ്കിൽ കഞ്ഞി വെള്ളത്തിൽ ഇടുന്നത്. ഇതിപ്പോൾ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. വാഴക്കൂമ്പ് വേവിക്കാൻ വെക്കാം. വാഴക്കൂമ്പിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. അതിലേക്ക് മഞ്ഞളിട്ടു, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വാഴക്കൂമ്പ് ആദ്യം തന്നെ ഇത് വേവിച്ചെടുക്കാം. കൂമ്പ് വൻപയർ തോരന് വേണ്ടിയിട്ട് വൻപയറാണ് എടുത്തിരിക്കുന്നത്. ഈ വെള്ള കളറിലെ വൻപയറാണ് എടുത്തിരിക്കുന്നത്. ഇത് 3-4 മണിക്കൂർ കുതിർത്ത് വേവിച്ചെടുക്കാം. കുതിർത്ത് വെച്ചിട്ടുള്ള മമ്പയർ കുക്കറിൽ വേവിച്ചെടുക്കാം. അത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞളിടാം. എന്നിട്ടിത് വേവിച്ചെടുക്കാം. കൂടുതൽ വെന്ത് അങ്ങനെ ആകാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് വെന്ത് ഇതാവാനേ പാടുള്ളൂ. അല്ലാതെ വെന്തടിഞ്ഞു പോകാൻ പാടില്ല. പയർ നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും ചേർക്കാം. മഞ്ഞൾ ഓൾറെഡി അതിൻ്റെ അകത്ത് ഇട്ട് വേവിച്ചതാണ്. മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂമ്പ് ചേർക്കാം. മുളക്, മഞ്ഞൾ, ഉപ്പ് ചേർത്ത് വേവിച്ച കൂമ്പാണ് ഇത്. ഇനി ഇതിലേക്ക് തേങ്ങയും കറിവേപ്പിലയും ചേർക്കാം. നന്നായി യോജിപ്പിച്ചെടുക്കാം. കൂമ്പ് വൻപയർ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കടുക് വറുത്തിട്ടിടാം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടതിന് ശേഷം ഉഴുന്ന് ഒഴിച്ച് വറ്റൽമുളക് കറിവേപ്പില ഇടാം. കുറച്ച് തേങ്ങയും ചേർക്കാം. അപ്പം വേറെ തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും തേങ്ങ വറുത്തിട്ടിടുമ്പോൾ. ഇതിനകത്ത് വാഴക്കൂമ്പ്
വൻപയർ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതിനി സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. വാഴക്കൂമ്പ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണിത്. എല്ലാവർക്കൊന്നും വാഴക്കൂമ്പ് ഇഷ്ടമായെന്ന് വരില്ല, പക്ഷേ ഇതുപോലെയുള്ള ടേസ്റ്റ് മാറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രുചിയായിരിക്കും. വാഴക്കൂമ്പ് തോരൻ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.